അതെ, നമുക്കിന്നൊരു അയിലക്കറി ഉണ്ടാക്കിയാലോ? കുഞ്ഞ് അയിലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെല്ലാം കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പലതവണ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അധികം എണ്ണയിലിട്ട് വഴറ്റി ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഒന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അയിലക്കറിയാണ് ഇന്ന് വെക്കുന്നത്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് പെറുക്കി ക്ലിയർ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സബോള എടുത്തിട്ടുണ്ട്. നമുക്ക് പൊടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമ്മൾ മല്ലിപ്പൊടി ഇതിലോട്ട് ഉപയോഗിക്കുന്നില്ലേ. ഈ സാധനങ്ങളെല്ലാം, അതായത് ഈ എടുത്ത് വെച്ച ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവേ, ഓരോന്നായി. നമ്മൾ എണ്ണയിലൊന്നും ആദ്യം ഇട്ട് വഴറ്റാതെ പെട്ടെന്ന് വെക്കുന്നതാണ്. അതേ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, തക്കാളി, അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന സബോള. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയേ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. ഇപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. നന്നായിട്ടൊന്ന് നമുക്ക് ആവശ്യത്തിനൊന്ന് അരഞ്ഞ് പേസ്റ്റ് പോലെ നന്നായിട്ട് അരഞ്ഞ് വരണം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാവേ നമുക്ക്. നമുക്ക് അധിക നേരം എണ്ണയൊക്കെ ഇട്ട് ഈ സാധനങ്ങളെല്ലാം ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ട് വഴറ്റിയൊക്കെ എടുത്ത് വരുമ്പോൾ കുറേ നേരമായി. ഇതാകുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് കറി വെച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സബോളയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ആവശ്യമുള്ളവർക്ക് മല്ലിപ്പൊടി ഇടാവേ. ഇത്രയും സാധനം ഇട്ട് നമ്മൾ അതിന് മീതെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ തക്കാളി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സബോള, തക്കാളി ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന്. ഇതിലേക്ക് ആവശ്യത്തിന് മാത്രമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കാവേ. ഗ്യാസ് കത്തിച്ച് നമ്മുടെ മൺചട്ടി എടുത്ത് അടപ്പേ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്, എരിവില്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു കഷ്ണം പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തത്. നമ്മുടെ എരിവിന് അനുസരണം നമുക്ക് കുറച്ച് എരിവുള്ള മുളകും കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് ഞാനിപ്പോൾ ഒരു കഷ്ണം പച്ചമുളകും കുറച്ച് കാശ്മീരി മുളകുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ചട്ടിയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും ഉലുവ ഇട്ട് കൊടുക്കാവേ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇടുവാണ്. കടുക് നന്നായി പൊട്ടി വരുന്ന നേരത്ത് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ കുറച്ച് മതിയേ. നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ആ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി മുകളിൽ എണ്ണ തെളിയുന്നത് വരെ ഇളക്കി കൊടുത്ത് നമുക്ക് പച്ചമണം മാറ്റിയെടുക്കാവേ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് പച്ചമണമൊക്കെ മാറി എണ്ണ മുകളിൽ തെളിഞ്ഞു വന്നിട്ട് ഈ സമയത്ത് നമുക്ക് ബാക്കി വെള്ളവും കൂടെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ. ഇതിനകത്ത് നേരത്തെ ചെറിയ പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എങ്കിലും നമുക്ക് കുറച്ച് പുളിയുടെ കുറവ് വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. കഴുകി വെച്ചിരിക്കുന്ന പുളിയാണ് ഇട്ട് കൊടുക്കുവാണ്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാവേ. ഈ സമയത്ത് നമുക്ക് പോരാത്ത ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. നമുക്ക് നന്നായിട്ട് ഇളക്കി തിള വന്നതിന് ശേഷം കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാവേ. തിളച്ച് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. കറി തിളച്ച് തുടങ്ങാൻ നമ്മുടെ കറി നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുഞ്ഞൻ അയിലക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അയലക്കറി ഇവിടെ സെറ്റായി വരുവാണേ. നമ്മുടെ അയലക്കറി എല്ലാം അയലക്കുട്ടന്മാരെല്ലാം ഇട്ട് നന്നായിട്ട് ഇനി തിളച്ച് ഒന്ന് വറ്റണേ. നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അയലക്കറി വെക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ വരാം. ഓക്കെ, ബൈ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക.